ഹലോ ഫ്രണ്ട്സ്, എൻവിലോഗിൻ്റെ ബ്രാൻഡ് ന്യൂ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ തുടങ്ങണേക്കാൾ മുമ്പ് വേറൊരു കാര്യം പറയാം. ജർമ്മനിയിൽ ലോക്ക്ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്നത്. November 2 തുടങ്ങി 1 month പാർഷ്യലി ലോക്ക്ഡൗൺ ആണ്. അപ്പോൾ എന്തെങ്കിലും കാര്യത്തിന് അപ്ലൈ ചെയ്യുന്ന ഒരു കാര്യങ്ങളായാലും ഒരു മന്ത് ഒന്ന് ശ്രദ്ധിക്കുക. കാരണം ഈ ഒരു മന്ത് ചിലപ്പോൾ കുറച്ച് ലോക്ക്ഡൗൺ ഇഷ്യൂസും കാര്യങ്ങളുണ്ടാകും. സോ ഇവിടുത്തെ ഇപ്പോൾ കറൻ്റ്ലി കഫേസും കാര്യങ്ങളും ഹോട്ടൽസ് റെസ്റ്റോറൻറ്റ്സ് എല്ലാ കാര്യങ്ങളും ക്ലോസ് ചെയ്യുകയാണ് 1 monthേക്ക്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കറൻ്റ്ലി ഞങ്ങളെല്ലാവരും സേഫാണ്, വലിയ കുഴപ്പങ്ങളില്ല. പക്ഷേ ഇനി അങ്ങനത്തുള്ള സിറ്റുവേഷൻ, ഇങ്ങനത്തെ ഈ പാൻഡമിക് എങ്ങനെയാണ് റിയാക്ട് ചെയ്യണമെന്ന് നമുക്ക് ആർക്കും അറിയില്ല. അതുകൊണ്ട് എല്ലാവരും ടേക്ക് ചെയ്തിരിക്കുക. സോ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വെച്ചാൽ എല്ലാവരും ചോദിക്കുന്നത് എത്ര സെമിസ്റ്റർ ഉണ്ട്, അല്ലെങ്കിൽ ഏതൊക്കെ സെമിസ്റ്ററിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്, എപ്പോഴേക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്, അതായത് കോളേജിൽ നിന്ന് സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടിയതിന് ശേഷമാണോ നമുക്ക് അപ്ലൈ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോ. സോ ഇന്നത്തെ വീഡിയോ തുടങ്ങണേക്കാളും മുമ്പ് എന്താ പറയുക, ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അതുപോലെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മാക്സിമം ഞാൻ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സോ നമുക്ക് നേരെ ഇനി വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ജർമ്മനിയിലുള്ള 2 ഇൻടേക്കുകളാണുള്ളത്. വിൻ്റർ ഇൻടേക്കും സമ്മർ ഇൻടേക്കും. വിൻ്റർ ഇൻടേക്ക് എന്ന് പറയുന്നത് ഓഗസ്റ്റ് സെപ്റ്റംബറിൽ വരുന്നതാണ് വിൻ്റർ ഇൻടേക്ക് എന്ന് പറയുന്നത്. അതുപോലെ മാർച്ച് ഏപ്രിലിൽ വരുന്നതാണ് സമ്മർ ഇൻടേക്കും. അപ്പോൾ ഇതിനകത്ത് എപ്പോഴാണ് ആപ്ലിക്കേഷൻ വെക്കേണ്ടതെന്നുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. അതായത് ഇപ്പോൾ സമ്മർ ഇൻടേക്കിലേക്കുള്ള ആപ്ലിക്കേഷൻ നവംബർ തുടങ്ങി സ്റ്റാർട്ട് ചെയ്യും. നവംബർ തുടങ്ങി നമുക്ക് സമ്മർ ഇൻടേക്കിലേക്കുള്ള കാര്യങ്ങൾ വെച്ച് തുടങ്ങാം. അതുപോലെ തന്നെ ഇപ്പോൾ വിൻ്റർ ഇൻടേക്കാണ് വരുന്നതെങ്കിൽ വിൻ്റർ ഇൻടേക്കിൽ നമുക്ക് ജൂൺ ജൂലൈ ആ ഒരു സമയമാകുമ്പോൾ തന്നെ നമുക്ക് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇതെല്ലാം DAT.D എന്ന് പറഞ്ഞ പോർട്ടൽ സൈറ്റിലും യൂണിവേഴ്സിറ്റിൻ്റെ പോർട്ടൽ സൈറ്റിലും എല്ലാം വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ 2 ഇൻടേക്ക്. ആർക്കും മാറിപ്പോയത് 2 ഇൻടേക്ക് എന്ന് പറഞ്ഞാൽ വിൻ്റർ ഇൻടേക്ക് സമ്മർ ഇൻടേക്കാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ എപ്പോഴൊക്കെയാണ് നമുക്ക്, അതായത് ആപ്ലിക്കേഷൻ വെക്കേണ്ടത് സംഭവങ്ങൾ എങ്ങനെയാണ്, അപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ആപ്ലിക്കേഷനിൽ വരും എന്നുള്ള കാര്യങ്ങൾ പറയാം. അതായത് നമുക്കൊരു ആപ്ലിക്കേഷൻ വെക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പാസ്പോർട്ട്, 10th സർട്ടിഫിക്കറ്റ്, അതുപോലെ +2 സർട്ടിഫിക്കറ്റ്, ഡിഗ്രി സർട്ടിഫിക്കറ്റ്, ട്രാൻസ്ക്രിപ്റ്റ്, കൺസോൾഡേറ്റ്, പിന്നെ ആ പറയുന്ന എല്ലാ സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളുണ്ടാകും. ഈ സർട്ടിഫിക്കറ്റുകളെ വെക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ സർട്ടിഫിക്കറ്റിൻ്റെയും കോപ്പി അറ്റസ്റ്റ് ചെയ്യണം. അത് വെറുതെ അറ്റസ്റ്റ് ചെയ്താൽ പോലെ നോട്ടറി അറ്റസ്റ്റേഷൻ വേണം. നോട്ടറി അറ്റസ്റ്റേഷൻ ചെയ്തിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. അതായത് ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ നമ്മുടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ഡോക്യുമെൻറ്റ്സും അറ്റസ്റ്റഡ് അയക്കണം. നോട്ടറി അറ്റസ്റ്റഡ് കോപ്പീസാണ് അയച്ചു കൊടുക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങളൊരു കോളേജിൽ യൂണിവേഴ്സിറ്റിയിൽ വെച്ചു, ഇനി നിങ്ങൾക്കൊരു 2-3 കോളേജ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഈ കോളേജുകളിലേക്ക് ഡയറക്റ്റ് സർട്ടിഫിക്കറ്റ് അയച്ചു കൊടുക്കാൻ പറയും. അപ്പം നമ്മൾ DHL വഴിയോ അല്ലെങ്കിൽ ഏതെങ്കിലും എയർ കൊറിയർ വഴിയോ നമ്മൾ ഈ പോസ്റ്റ് കവറിലൊക്കെ ആക്കിയിട്ട് പോസ്റ്റ് നേരെ ആ പറയുന്ന കോളേജ് അഡ്രസ്സിലേക്ക് ഇതുപോലെ അറ്റസ്റ്റഡ് കോപ്പീസ് അയച്ചു കൊടുക്കേണ്ടി വരും. അതും ഇതിൻ്റെ ഒരു പ്രൊസീജിയറാണ്. അപ്പോൾ ഇങ്ങനെയാണ് ആപ്ലിക്കേഷൻ കാര്യങ്ങൾ വെക്കേണ്ടത്. അപ്പോൾ പിന്നെ എല്ലാവരും ചോദിക്കുന്നൊരു ഡൗട്ടാണ്, ആപ്ലിക്കേഷൻ കാര്യങ്ങൾ വെക്കുമ്പോൾ എങ്ങനെയാണ് വരുന്നതെന്ന്. അതായത് നമുക്കിപ്പോൾ ഒരു എഞ്ചിനീയറിംഗ് കഴിയും. ഇൻ കേസ് ഇപ്പോൾ ഞാൻ ഒരു എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ഞാൻ ഫൈനൽ ഇയർ ആണ്. അപ്പോൾ ഞാൻ ആകുന്നുള്ളൂ, അതായത് എൻ്റെ ഡോക്യുമെൻറ്റ്സ് കിട്ടാൻ സമയമാകുന്നുള്ളൂ. അപ്പോൾ നേരത്തെ അപ്ലൈ ചെയ്ത് തുടങ്ങാൻ പറ്റും. നമുക്ക് ട്രാൻസ്ക്രിപ്റ്റോ കൺസൾട്ടേറ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ വെക്കാം. ചില സമയത്ത് ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടാൻ കുറച്ച് ലേറ്റ് ആവും. പക്ഷെ നമുക്ക് ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്ലൈ ചെയ്തിട്ട് നമുക്ക് അവരോട് മെയിൽ അയക്കാം. അതായത് എൻ്റെ ആപ്ലിക്കേഷൻ ഇന്ന ടൈം ഫ്രെയിമിലാണ് വരുന്നത്, ആ സമയം നമുക്ക് അയക്കാം. അപ്പോൾ അതിൻ്റെ സമയം അനുസരിച്ച് അവർ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യും. ഇന്ന ടൈം ഫ്രെയിമിനോട് സബ്മിറ്റ് ചെയ്യേണ്ട സമയത്ത് സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ഇപ്പോൾ എല്ലായിടത്തും ചോദിക്കുന്നൊരു കാര്യമാണ് IELTS എന്ന് പറഞ്ഞത്. IELTSൻ്റെ ഡോക്യുമെൻറ്റ്സും അതുപോലെ തന്നെ കോപ്പി നമുക്ക് അയച്ചു കൊടുക്കണം. അത് ഡിപ്പെൻഡ്സ് അപ്പോൺ കോളേജ് പറയുന്ന ഒരു ക്രൈറ്റീരിയ അനുസരിച്ചായിരിക്കും ഈ ആപ്ലിക്കേഷൻ വെക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ആപ്ലിക്കേഷൻ വെക്കേണ്ടതും എഞ്ചിനീയറിങ്ങിൻ്റെ സംഭവം പറയേണ്ടതും കാര്യങ്ങളെല്ലാം ഉള്ളത്. ഇൻടേക്കിൻ്റെ കാര്യങ്ങൾ എങ്ങനെ ആപ്ലിക്കേഷൻ വെക്കേണ്ടതെന്നൊക്കെ ഉള്ളതൊക്കെ പറഞ്ഞു. കാരണം ആപ്ലിക്കേഷൻ വെക്കുന്നത് ചെറിയൊരു ത്രെഡാണ് കേട്ടോ ഞാനിപ്പോൾ പറഞ്ഞത്, അല്ലെങ്കിൽ മുഴുവനായിട്ടുള്ള സംഭവങ്ങളാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അങ്ങനെ കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഇൻസ്റ്റാഗ്രാം പേജിലും കാര്യങ്ങളൊക്കെ ആക്കാം, മെസ്സേജ് അയക്കാം. ഇപ്പോൾ ഒത്തിരി പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയാറുണ്ട്, എനിക്ക് മാക്സിമം പറ്റുന്ന പോലെ ഞാൻ ഉത്തരങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. സോ അതാണ് ഒന്നാമത്തെ കാര്യം. ഇനി നമുക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ജർമ്മനിയിലേക്ക് ഒരാൾ വന്നിട്ട് അവർക്ക് കോഴ്സ് ഇഷ്ടമായില്ല, അല്ലെങ്കിൽ അവർ ഉദ്ദേശിച്ച കോഴ്സല്ലേ കിട്ടിയത്, എങ്ങനെയെങ്കിലും കയറി വരാൻ വേണ്ടി ഒരു കോഴ്സ് എടുത്ത് വന്നു, കോഴ്സ് ചേഞ്ച് ചെയ്യണം. അപ്പോൾ അതെങ്ങനെ ചേഞ്ച് ചെയ്യേണ്ടതെന്ന് അറിയേണ്ടത് ഒത്തിരി പേർക്ക് അറിയേണ്ട കാര്യങ്ങളാണ്, എങ്ങനെയൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് ജർമ്മനിയിൽ വന്ന് അടുത്ത ഇൻടേക്ക് എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു 6 month ടൈം ഫ്രെയിം ആയിരിക്കും. നിങ്ങൾ ആ 6 monthനുള്ളിൽ തന്നെ നിങ്ങൾ അടുത്ത ആപ്ലിക്കേഷൻ അടുത്ത കോളേജിൽ വെക്കുക.
രണ്ട് വഴിക്ക് നിങ്ങൾക്ക് വെക്കാം. നിങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ വൺസ് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 1 ഇയർ വരെ നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങളുടെ ഫയൽസ് ഡാറ്റാസ് എല്ലാം സ്റ്റോർഡ് ആണ്. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സിറ്റിയിൽ ചേഞ്ചസ് വരുത്തണ്ട. നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ കയറി സൈൻ ഇൻ ചെയ്തിട്ട് വേറെ കോളേജസ് സെർച്ച് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആപ്ലിക്കേഷൻ ചെയ്യാം. അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോളേജ്, നിങ്ങളുടെ ക്രൈറ്റീരിയസ് എല്ലാം മീറ്റ് ആവുന്ന കോളേജിൻ്റെ പോസ്റ്റ് ബോക്സിൽ കൊണ്ടുപോയിട്ട് ഇടാം. കാരണം നിങ്ങൾ ജർമ്മനിലാണ്. നിങ്ങൾക്ക് ഇവിടെ ചെന്നിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ആപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ എടുക്കാം. അപ്പോൾ ഇതാണ് നിങ്ങൾ കോളേജ് വന്നിട്ട് ചേഞ്ച് ചെയ്യേണ്ടത്. ഇനി കോളേജ് ചേഞ്ച് ചെയ്യുമ്പോൾ വേണ്ട, നമ്മളിപ്പോൾ വൺസ് ഒരു കോളേജിൽ എൻറോൾമെൻ്റ് ആയി നമ്മുടെ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ നിന്ന് പിന്നെ ഇറങ്ങണമെങ്കിൽ നമുക്ക് എക്സ്മെട്രിക്കുലേഷൻ വേണം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്, കഴിഞ്ഞ വീഡിയോ കാണാത്തവരാണ് ജസ്റ്റ് പോയി ഒന്ന് കണ്ടു നോക്കുക. അതിനകത്ത് എക്സ്മെട്രിക്കുലേഷനും ഇമ്മട്രിക്കുലേഷനും പറയുന്നുണ്ട്. നമുക്ക് കയറാനായിട്ട് ഇമ്മട്രിക്കുലേഷനും പുറത്തോട്ട് ഇറങ്ങണമെങ്കിൽ എക്സ്മെട്രിക്കുലേഷനും വേണം. അപ്പോൾ കോളേജിൽ നിന്ന് എക്സ്മെട്രിക്കുലേഷൻ കിട്ടേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കോളേജിൽ നമ്മുടെ സ്റ്റുഡൻറ്റ് കോർഡിനേറ്റർ മെയിലേക്ക് നമ്മിങ്ങനെ കോളേജ് ചേഞ്ച് ആവുന്നുണ്ട്, അപ്പോൾ നമുക്ക് കോളേജ് ട്രാൻസ്ഫർ ചെയ്യണമെന്ന്. അപ്പോൾ കോളേജിൽ നിന്ന് അവർ പോസ്റ്റ് വഴി നമുക്ക് എക്സ്മെട്രിക്കുലേഷൻ ഫോം തരും. ആ ഫോമും കൂടി വെച്ചിട്ട് വേണം നമ്മൾ ആപ്ലിക്കേഷൻ കോളേജിൽ വെക്കാൻ. ചില കോളേജസ് നമ്മളോട് ക്രൈറ്റീരിയ വയ്ക്കും, നിങ്ങളുടെ ഫെയിൽഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് വേണം, അല്ലെങ്കിൽ ഫെയിൽഡ് ആയിട്ട് ഇനി മാറാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, നമ്മൾ പഠിക്കുന്ന കോഴ്സ് ഇതെല്ലാം നമുക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് അല്ലാത്ത കൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ട്രാൻസ്ഫർ ആക്കാം. സോ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കോളേജ് ചേഞ്ച് ചെയ്യുന്നത്. സോ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ്, ഷെയർ ചെയ്യാം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന്, കൂട്ടുകാർക്കൊക്കെ ഇതൊക്കെ മാക്സിമം എത്തിച്ചു കൊടുക്കാൻ നോക്കുക, അവരിലേക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ ശ്രമിക്കുക. സോ മാക്സിമം നമ്മളെയും സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് അതുപോലെ തന്നെ പുതിയ വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് അതൊരു ഇൻസ്പിറേഷൻ ആണല്ലോ. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഉള്ള കാര്യം. സോ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു കിടിലൻ എപ്പിസോഡായിട്ട് ഇനിയും നമുക്ക് കണ്ടുമുട്ടാം. അതൊരു ടിൽ ദെൻ ബൈ.